പൂർവ്വഗാമികൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നു. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന് പറയുന്ന സംസ്ഥയുടെ പഴയ നേതാവ്, അദ്ദേഹത്തിന് ഖാൻ ബഹദൂർ പട്ടം കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. എന്തിനായിരിക്കും? കോൺഗ്രസിനെ എതിർക്കുന്നതുകൊണ്ടാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ എതിർക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആ മഹത്തായ പ്രസ്ഥാനത്തിന് സാന്നിധ്യം വഹിച്ച, ആ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ, ഇതുപോലുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകാൻ മാത്രം അതിന് ബീജാവാപം നൽകിയ അതിന്റെ സ്ഥാപകനായ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ സാന്നിധ്യത്തിൽ ആ മഹാനായ മഹാനുഭാവന്റെ സ്ഥാനത്തുനിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധ സമ്മേളനം നടക്കുന്നത്. ഈ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ ആരാണെന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ മനസ്സിലാക്കണം. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുലമ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തുമ്പോ ആ പ്രതിഷേധം നടത്തുന്ന സംഘടനയുടെ ചരിത്രവും പാരമ്പര്യവും ഭരണകൂടം പരിശോധിക്കണം. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ഇതിന്റെ സ്ഥാപകനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ. സമസ്ത രൂപീകരിച്ച് പതിറ്റാണ്ടുകളോളം ഇവിടെ പ്രവർത്തിച്ചത് രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ഈ രാജ്യത്തെ പല ആളുകളെയും ബ്രിട്ടീഷ് അനുകൂലികളാക്കിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലം. ഇവിടെ ബഹുമാന്യരായ സുഹൃത്ത് നാസർ ഫൈസി സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് അന്തമാനിലെ കാലാപ്പാനിയിലെ സെല്ലുറാൾ ജയിലിൽ അടക്കപ്പെട്ട സവർക്കർ എന്ന് പറയുന്ന, ഇന്ന് ബി എ സവർക്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടത്തെ RSSകാരന്റെ ഗോഡ്സ് ഫാദർ, ഇവിടത്തെ നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും ഒക്കെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന ആ വീർ സവർക്കർ എന്ന് അവർ വിശേഷിപ്പിക്കപ്പെടുന്ന സവർക്കർ എന്ന ഭീരുവായ ആ തടവുപുള്ളി ബ്രിട്ടീഷുകാരന്റെ കാലാപ്പാനിയിലെ സെല്ലുലാർ ജയിലിൽ കടന്ന സമയത്താണ് ആ ജയിലിൽ ചെന്നുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ അതേവരുടെ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു, നിങ്ങൾ ശിഷ്ടകാലം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യില്ലെന്ന് എഴുതിക്കൊണ്ട് ഞങ്ങൾക്ക് മാപ്പപേക്ഷ എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടാം. ശിഷ്ടകാലം ബ്രിട്ടീഷ് അനുകൂലിയായിട്ട് പ്രവർത്തിക്കാൻ സന്നദ്ധരായി കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം, നിങ്ങൾക്ക് മാപ്പ് നൽകാമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഒന്നല്ല പലതവണ മാപ്പ് എഴുതി കൊടുക്കാൻ സന്നദ്ധമായിട്ട് പിൽക്കാലത്ത് ബ്രിട്ടീഷ് അനുകൂലിയായിട്ട് കടന്നു വന്നയാളാണ് സവർക്കർ എന്ന് പറയുന്ന ഇവിടത്തെ RSSന്റെ സ്ഥാപക നേതാവ്. ആ സവർക്കറുടെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ഇവിടെ പൗരത്വം തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവര് മനസ്സിലാക്കേണ്ടത്, സവർക്കർ ബ്രിട്ടീഷുകാരന് മാപ്പ് എഴുതി കൊടുക്കുന്ന അതേ സമയത്താണ് രണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരക്കലിൽ ഇരിക്കുന്ന മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അധ്യക്ഷനായിരുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ അടുക്കൽ രണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ വരക്കൽ തങ്ങളുടെ വീട്ടുപടിക്കൽ ചെല്ലുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സ്ഥാപക നേതാവാണ്. വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ വീട്ടുപടിക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, വരക്കൽ തങ്ങളെ, ഞങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതിനിധികളാണ്, ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട ആവശ്യവുമായിട്ട് വന്നതാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അങ്ങയെ ഖാൻ ബഹദൂർ എന്ന് പറയുന്ന ഒരു മഹത്തായ പദവി നൽകി ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഖാൻ ബഹദൂർ പദവി എന്ന് പറയുന്ന ഒരു വലിയ പദവി നൽകിയിട്ട് അങ്ങേ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബ്രിട്ടീഷുകാർ അതിലൂടെ ലക്ഷ്യം വെച്ചത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് ഖാൻ ബഹദൂർ പദവി നൽകി വരക്കൽ തങ്ങളെ ബ്രിട്ടീഷുകാർ ആദരിച്ച് ബഹുമാനിച്ചു കഴിഞ്ഞാൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളെല്ലാം പിന്നീട് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്വീകരിക്കുന്ന അതേ നിലപാടിന്റെ പുറകെ പോകും. വരക്കൽ തങ്ങൾ ആദരിക്കപ്പെട്ടു കഴിഞ്ഞാൽ വരക്കൽ തങ്ങൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് അനുകൂലിയായി മാറും. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ബ്രിട്ടീഷ് അനുകൂലിയായി മാറിക്കഴിഞ്ഞാൽ മലബാറിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ഹിന്ദുവും മറ്റു സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെല്ലാം വരക്കൽ തങ്ങളുടെ കൂടെ ബ്രിട്ടീഷ് അനുകൂലിയായി മാറും. അങ്ങനെ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ബ്രിട്ടീഷ് അനുകൂലിയാക്കി മാറ്റാൻ വേണ്ടി വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് ഖാൻ ബഹദൂർ പദവി വാഗ്ദാനം ചെയ്തു വന്നിട്ടുള്ള ആ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കിയിട്ട് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സ്ഥാപക നേതാവ് പറഞ്ഞു, നിങ്ങൾ വെച്ച് നീട്ടുന്ന ആ ഖാൻ ബഹദൂർ പദവി എനിക്കാവശ്യമില്ല എന്ന് വിളിച്ചു പറഞ്ഞു. എന്ന് മാത്രമല്ല, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ഉൾപ്പെടെ ബ്രിട്ടീഷുകാര് മാത്രമല്ല, നിങ്ങളുടെ പൂർവികരായ പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും ഫ്രഞ്ചുകാരെയും ഈ രാജ്യത്ത് നിന്ന് തൂത്തെറിയുന്നതിനു വേണ്ടി, ഇവിടെ നിന്ന് നാടുകടത്തിനു വേണ്ടി നിങ്ങൾ ഉൾപ്പെടെയുള്ള അധിനിവേശ ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരം നടത്തിയിട്ടുള്ള
പാരമ്പര്യം ഈ രാജ്യത്ത് എഴുതപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം നിങ്ങളുടെ കലക്ടറായിട്ടുള്ള വില്യം ലോഗന് ഇംഗ്ലീഷിലേക്ക് ഞാൻ തർജ്ജമ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഈ ഖാൻ ബഹദൂർ പദവിയുമായിട്ട് എന്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖാൻ ബഹദൂർ പദവി വാഗ്ദാനം ചെയ്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചയച്ച വരക്കൽ മുല്ലക്കോയത്തയുടെ മക്കളാണ് ഈ ഇരിക്കുന്നത്.